ഇന്നലെയാണ് മലപ്പുറം ആദവനാട്ടിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവം. നാട്ടുകാരൊക്കെ വല്ലാതെ ഒരു 6-7 മണിക്കൂറോളം ഭീതിയിലായ ഒരു സംഭവം ഉണ്ടായത്. ലോറി ക്വാറിയിലേക്ക് മറിയുന്നു. അവിടെ അതിനകത്ത് ആരുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യം. പിന്നീട് മുസ്തഫ എന്ന ഡ്രൈവർ ക്യാബിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ലോറി ഉയർത്താനായത്. ക്യാബിൻ വെട്ടിപ്പൊളിച്ച് ലോറിയുടെ ക്ലീനറായ മുസ്തഫയെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ലോറി കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം ഇന്നും തുടരും എന്നാണ് ഏറ്റവും പുതിയ വിവരം വരുന്നത്. അപകട സ്ഥലത്ത് പോലീസും RTOയും പരിശോധന നടത്തും. ജിഷാദ് വിവരങ്ങളുമായി ചേരുകയാണ്. ജിഷാദ്, ഇന്നലെ വല്ലാതെ നടക്കുന്ന ഒരു സംഭവമായി പോയി. ഒരുപാട് സമയം കഴിഞ്ഞാണ് എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നത്തെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? രഞ്ജിത്ത്, ആദവനാട് ഊരോത്തുപള്ളിയിലാണ് നിയന്ത്രണം വിട്ട ലോറി വെള്ളത്തിലേക്ക് മറിഞ്ഞ് അപകടം ഉണ്ടായത്. ഇതിൽ യുവാവ് മരണപ്പെട്ടു. ലോറിയിലെ സഹായി മലപ്പുറം സ്വദേശി മുസ്തഫയാണ് മരിച്ചത്. വെള്ളത്തിലേക്ക് ചാടിയ ഡ്രൈവർ ചട്ടിപ്പറമ്പ് സ്വദേശി ജാഫറിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. വെള്ളിയാഴ്ച പകൽ 1 മണിയോടെയായിരുന്നു ഈ അപകടം നടക്കുന്നത്. മലയിൽ ഫുഡ് പ്രൊഡക്റ്റിന്റെ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി സമീപത്തെ മൺകൂനയിൽ ഇടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും 65 അടിയോളം താഴ്ചയിലേക്ക് കോറിയിലേക്ക് ഈ വാഹനം പതിക്കുകയായിരുന്നു. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരും സമീപവാസികളുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. ജാഫറിനെ വേഗത്തിൽ കരക്കെത്തിച്ച് വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അതോടെയാണ് ഈ ഡ്രൈവറായ ജാഫർ നാട്ടുകാരെ ധരിപ്പിക്കുന്നത് വാഹനത്തിൽ ഒരാളും പടി കുടുങ്ങിയിട്ടുണ്ടെന്നും ആള് വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടെന്നും അറിയുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ പോലീസിനെയും അഗ്നിസേനയെയും വിവരം അറിയിച്ചു. തുടർന്ന് മലപ്പുറത്തു നിന്നുള്ള അതുപോലെ തിരൂരിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധ സംഘം കോറിയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും മുസ്തഫയെ കണ്ടെത്താനായില്ല. മണിക്കൂറുകൾ നീണ്ട, അതായത് 7 മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ മുസ്തഫയെ കണ്ടെത്തുന്നത്. ക്രെയിൻ എത്തിച്ച് കയർ കെട്ടി 4 തവണ ലോറി ഉയർത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പിന്നീട് ദേശീയപാതയിലെ നിർമ്മാണത്തിലിരിക്കുന്ന കൂറ്റൻ ക്രെയിൻ എത്തിച്ചാണ് ലോറി ഉയർത്തിയത്. മലപ്പുറത്ത് നിന്ന് കൂടുതൽ മുങ്ങൽ വിദഗ്ധർ സ്ഥലത്തെത്തിയാണ് ഈ ലോറിയെ പൊന്തിക്കുന്നത്. 7 മണിക്കൂറിലധികം നീണ്ട ശ്രമത്തിന്റെ ഒടുവിലാണ് രാത്രി 8:30യോടെയാണ് ഈ ലോറി വെള്ളത്തിൽ നിന്നും ഉയർത്തിയത്. അകത്ത് കുടുങ്ങിയ മുസ്തഫയെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചിരുന്നു. മൃതദേഹം ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. അതായത് ഇന്നലെ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. എന്തായാലും അതിദാരുണമായ അപകടമായിരുന്നു രഞ്ജിത്ത്. ഈ മുസ്തഫയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങുമെന്നാണ് അറിയുന്നത്. രഞ്ജിത്ത്. ശരി, ജിഷാദ് വളാഞ്ചേരി വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.